കൊല്ലം കളക്ടറേറ്റ് ബോംബ് സ്ഫോടന കേസ് വിചാരണയുടെ ഭാഗമായുള്ള പ്രതികളുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി. ബേസ് മൂവ്മെന്റിന്റെ പ്രവർത്തകരും തമിഴ്നാട് സ്വദേശികളുമായ അബ്ബാസ് അലി, ഷംസൂൺ കരീം രാജ, ദാവൂദ് സുലൈമാൻ, ഷംസുദ്ദീൻ എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ജി ഗോപകുമാറിന് മുന്നിലാണ് പ്രതികൾ മൊഴി നൽകിയത്. തുടർന്ന് സാക്ഷിമൊഴി അടങ്ങുന്ന 50 പേജ് പ്രതികളെ വായിച്ചു കേൾപ്പിച്ചു. എല്ലാ സാക്ഷികളുടെയും മൊഴികൾക്ക് അറിയില്ല എന്നായിരുന്നു 4 പ്രതികളുടെയും മറുപടി. തങ്ങൾ NIA കസ്റ്റഡിയിലായിരിക്കെയാണ് കൊല്ലത്ത് സ്ഫോടനമെന്നതിന്റെ രേഖയും ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ സമാനമായ കേസിൽ തങ്ങളെ വിട്ടയച്ചതിന്റെ വിധിപകർപ്പും പ്രതികൾ കോടതിയിൽ സമർപ്പിച്ചു. പ്രതിഭാഗത്തിന് ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാനുള്ള സമയവും കോടതി അനുവദിച്ചു. 2016 ജൂൺ 15-നാണ് കൊല്ലം കളക്ടറേറ്റ് വളപ്പിലെ മുൻസിഫ് കോടതിക്ക് മുന്നിൽ കിടന്നിരുന്ന ജീപ്പിൽ സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മൈസൂർ കോടതി വളപ്പിലെ സ്ഫോടന കേസിലെ അന്വേഷണത്തിലാണ് കൊല്ലത്തെ സ്ഫോടനത്തിന് പിന്നിൽ ബേസ് മൂവ്മെന്റ് പ്രവർത്തകരാണെന്ന് കണ്ടെത്തിയത്. ന്യൂസ് മലയാളം, കൊല്ലം.